കർത്താവായ യേശുവിൻ്റെ ക്രൂശിലെ 5-ാമത്തെ മൊഴി. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ജീസസ് സെഡ്, ഐ ആം തേഴ്സ്റ്റി. കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതിന് പല ആത്മീക കാരണങ്ങളുണ്ട്, അതോടൊപ്പം ശാരീരിക കാരണങ്ങളും. ക്രിസ്തു മനുഷ്യപുത്രനായതുകൊണ്ട് തന്നെ തൻ്റെ ശരീരത്തിനുണ്ടായത് ക്ഷീണവും തളർച്ചയും വേദനയുമാണ്. ക്രൂശിൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ ദുരിതത്തെക്കുറിച്ചും അതിദാഹത്താൽ വരണ്ടുപോകുന്ന നാവിനെക്കുറിച്ചും സങ്കീർത്തനങ്ങൾ 22:15 പറയുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവപുത്രന് നാവൊന്ന് നനയ്ക്കുന്നതിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുവാൻ ആരും മുന്നോട്ട് വരുന്നില്ല. വെള്ളം കൊടുക്കേണ്ടതിന് പകരം അവർ മുറിവേറ്റവനെ അപമാനിക്കും വിധം നൽകിയത് പുളിച്ച വീഞ്ഞാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന കാഴ്ച നമ്മുടെ മനസ്സിൽ ഉള്ളപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആത്മീയ ദാഹം നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം. നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രക്ഷകനായ യേശു ക്രിസ്തുവിനെ പോലെ ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ദാഹമുള്ളവരായി ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ആ ദാഹം നമുക്ക് നൽകട്ടെ. ആമേൻ.